ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ആക്ഷൻസോ കാര്യങ്ങളോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ മുന്നോട്ടേക്കുണ്ടോ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് മാറ്റങ്ങൾ കടന്നു വരാനായിട്ട് പോവുകയാണ്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ള ആ ഒരു പോസിറ്റീവ് മൈൻഡ് ആദ്യമേ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എയ്റ്റ് ഓഫ് കപ്സ്, the world energy, ace of swords, chariot, king of swords, king of cups, justice, two of cups, hierophant, star, empress, five of swords, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് വോൺസ് ആണ്. അപ്പൊ ഇതാണ് സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജി, കറന്റ് സിറ്റുവേഷൻ ആണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കിയിരിക്കുന്നത്. റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയാണ് നോക്കുന്നത്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെൽഫിഷ്നെസ് എനർജിയാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. ഈഗോ ഭയങ്കരമായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വലിയ രീതിക്ക് ഒരു ചീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. സ്വാർത്ഥതാപൂർണമായിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം ലൈഫിന് വാല്യൂ നൽകി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ചീറ്റിംഗ് നടത്തിയിട്ട് മാറിപ്പോയിരിക്കുന്ന എനർജി ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൽ സ്നേഹം നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്. എന്തൊക്കെ രീതിയിൽ ചീറ്റ് ചെയ്ത് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈഗോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് പെരുമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്നേഹമാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ ഇമോഷൻ കൺട്രോളിംഗ് ആണ് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇമോഷൻസ് ഒക്കെ സ്വയം നിയന്ത്രിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പെരുമാറാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ കാണിക്കാത്ത ഒരവസ്ഥ. അതുപോലെ നിങ്ങൾക്കിടയിൽ ഒരുപാട് വഴക്കുകളും വാക്ക് തർക്കങ്ങളും എല്ലാം ഉണ്ടായി നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരാനായിട്ട് പോകുന്നുണ്ട്. കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജി തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കിങ് ഓഫ് വോൺസ് ആണ്. ഒരു പരിവർത്തനം സംഭവിക്കാൻ പോകുന്നു. ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്ന റെസ്റ്റിംഗ് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും നിലവിൽ കാണുന്നില്ല. എങ്കിലും ആ ഒരു സ്നേഹത്തിന്റേതായ ഭാഗം കൊണ്ടിട്ട് ഒരു കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വന്നിട്ടുണ്ട്. ഇതില് ഒരു പേഴ്സന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ ഒരുപാട് ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സ്ട്രഗിൾ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാനസികപരമായിട്ട് ഭയങ്കരമായ ഒരു പെയിൻഫുൾ ആയ ഒരു എനർജിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതിനൊരു സ്വയം തന്നെ ഒരു മാറ്റം വേണം, കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ ഒരു കുറ്റബോധം ഒക്കെ ഭയങ്കരമായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർ ചെയ്തു പോയ പ്രവൃത്തിയിൽ സ്വയം അവർക്ക് തന്നെ ഒരു റിഗ്രറ്റ് ഫീൽ തോന്നുന്നു. ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു ഒറ്റപ്പെടലൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ ഇവർക്ക് ചുറ്റും ഫ്രണ്ട്സോ ഫാമിലിയോ ആരും ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആണ് അവരുടെ എനർജിയിൽ ആ ഒരു ഒറ്റപ്പെടൽ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാനുള്ള ഒരു കാരണം. നിങ്ങളുടെ ഓർമ്മകളാണ് അവരുടെ പ്രസൻസ് ആയിട്ട് അവർക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു ഓർമ്മകളിൽ നിന്നും വിപരീതമായിട്ട് റിയൽ ആയിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു എനർജി അവരുടെ ലൈഫിൽ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ. അതോടൊപ്പം നിങ്ങൾക്കൊരു നീതി നൽകണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഹോപ്പ് വന്നിരിക്കുന്നതുകൊണ്ട് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്
കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയ അവസ്ഥയാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കുകയില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു യൂണിവേഴ്സൽ മദർ ബ്ലെസ്സിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു എനർജിയിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ കൊണ്ടിട്ട് ജഡ്ജ്മെന്റ് ആണ്, നീതിപൂർവ്വം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പൊ ഇവർ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും വളരെയധികം സന്തോഷകരമായിട്ടാണ് നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. സന്തോഷം, സമാധാനം, എല്ലാ രീതിക്കും പരസ്പരം ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഇവരെ പോലെ നിങ്ങളെ മനസ്സിലാക്കിയ മറ്റാരാളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ച് ഇവർക്കാണെന്നുണ്ടെങ്കിൽ. പക്ഷേ രണ്ടു പേർക്കിടയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈഗോ നിൽക്കുന്നുണ്ട്. ഇവരുടെ എനർജിയിൽ മാത്രമല്ല, നിങ്ങളുടെ എനർജിയിലും ഇവിടെ ഒരു ഈഗോ നമുക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങളെ ഇമോഷൻസ് ഒരു പരിധിയിൽ കൂടുതൽ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല. ചിലപ്പോൾ സിറ്റുവേഷൻ ബേസ് ചെയ്തായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഇവരുടെ പുറകെ ബെഗ് ചെയ്തിട്ടൊക്കെ പോയിട്ട് ഇവർ നിങ്ങളെ മൈൻഡ് ചെയ്യാതെയൊക്കെ ആയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട് എന്നൊക്കെ ആഗ്രഹിച്ച് നിങ്ങൾ ഇരിക്കുന്നവരായിരിക്കും. ഇവരായിട്ട് തന്നെ വരട്ടെ എന്നൊരു ചിന്തയിലൊക്കെ ഇരിക്കുന്നവരായിരിക്കാം. നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ കൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഈഗോ നമ്മുടെ എനർജിയിലൂടെ കാണിക്കും എന്താണെന്നുള്ളത്. ആ ഒരു ഈഗോ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ പ്ലാൻ ചെയ്ത് നിങ്ങളെ ചതിച്ചിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കില്ല. പല പല സിറ്റുവേഷൻസ് കൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് അത് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ ആ ഒരു സമയത്ത് അവർ ആ ഒരു സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ ഇവിടെയും ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങളെ അവർക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇനിയിപ്പോ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളെ നേടണം എന്നൊരു എനർജിയിലേക്ക് അവർ മാറുന്നുണ്ട്. ഇവിടെ ഹെയറോഫന്റ് വന്നിരിക്കുന്നതുകൊണ്ട് ഇവരിപ്പോ ഒരുപാട് കാര്യങ്ങള് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം മനസ്സനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത്. അപ്പൊ ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ ഇവര് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നിങ്ങളിലേക്ക് ഇടിച്ചു കയറി വരിക എന്നുള്ളൊരു ചിന്ത അല്ല. ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത് നിങ്ങളിലേക്ക് വരണം. എന്നാൽ നിങ്ങൾക്ക് നീതി നടപ്പിലാക്കുകയും ചെയ്യണം. ഇവിടെ ബുദ്ധിപൂർവ്വം പ്ലാനിങ് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത് ഇവർ നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തി എന്നുള്ളത്. അല്ലെങ്കിൽ ഇവർ ഒട്ടും നിങ്ങളുടെ മുന്നിലേക്ക് മുട്ടുകുത്തി വരാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല. അവരുടേതായ ഒരു സ്റ്റാൻഡ് നിലനിർത്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇവർ വരാനായിട്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാനായിട്ടോ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നിലവിൽ ഈ റിലേഷൻഷിപ്പിന്റെ എനർജി ആ ഒരു ഇമോഷൻ കൺട്രോളിങ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഇപ്പൊ ഒരു മീഡിയം എനർജിയിലാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ നീതിപൂർവ്വം നിങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി കൂടെ നമുക്കിവിടെ കാണാം. ടു ഓഫ് കപ്സ് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞായിരുന്നു ഈ ഒരു ബന്ധത്തിൽ ഒരു സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ, ഇവരുടെ ഭാഗത്ത് നിന്ന് എന്ത് ആക്ഷൻ ആണ് ഇവർ എടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നോക്കാം. ഫൈവ് ഓഫ് വാണ്ട്സ്, Lovers, Three of Cups, Nine of Wands, Four of Swords, Seven of Wands, Four of Pentacles, Three of Wands, Nine of Pentacles, Six of Swords, the Fool energy, Justice again വന്നിട്ടുണ്ട്, Four of Cups, World energy, Ten of Pentacles, bottom of the deck ആയിട്ട് വന്നിരിക്കുന്നത് Page of Cups ആണ്. ഇതാണ് നമുക്ക് സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു രീതിയിൽ ഇമോഷൻസ് കാര്യങ്ങളൊന്നും തന്നെ അവർ ഇതുവരെ നിങ്ങളോട് പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫൈവ് ഓഫ് വാണ്ട്സ് വന്നിരിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്ന ഇമോഷൻസ് തന്നെയാണ്. ഓക്കെ, രണ്ടുപേരിൽ നിറഞ്ഞു നിൽക്കുന്ന ഈഗോ, പിന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന വാക്ക് തർക്കങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും, അതിൻ്റെതായ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ലവേഴ്സ് എനർജി വന്നിരിക്കുന്നതുകൊണ്ട് സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണിൽ വന്നിരിക്കുന്ന ആ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കുറ്റബോധം, ആ ഒരു റിഗ്രറ്റ് ഫീൽ,
അതിന്റെ ഭാഗമായിട്ട് അവർക്കിപ്പോ നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു attraction കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ആ ഒരു കരിങ്കല്ല് പോലെ ഇരിക്കുന്ന മനസ്സ് ഇപ്പൊ അലിഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഏത് situation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരിപ്പോ നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ communication card വന്നിരിക്കുന്നതുകൊണ്ട് അവർ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ sound ഒന്ന് കേൾക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. നീതിപൂർവ്വം ഈ relationship ൽ പ്രവർത്തിച്ച് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ഇവിടെ 5 of wands വന്നിരിക്കുന്നതുകൊണ്ടിട്ട് ഇവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒട്ടും ആക്ഷൻ എടുക്കാതിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. ഇമോഷൻ കൺട്രോളിങ് കാണിക്കുന്നുണ്ടെങ്കിലും ഇവർ പല രീതിക്ക് നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് സാധിക്കുന്നില്ല. അവർക്ക് നിരന്തരമായിട്ട് ആ ഒരു കാര്യത്തിൽ തടസ്സങ്ങൾ നേരിടുവാണ്, അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ പുറത്തു നിന്നുള്ള ആ ഒരു തടസ്സങ്ങൾ, തേർഡ് പാർട്ടി എനർജിയുടെ ഭാഗമായിട്ട് അവർ വീണ്ടും സ്റ്റക്ക് ആയി പോവുകയാണ്. അപ്പൊ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ നിങ്ങളിലേക്ക് അട്രാക്ഷനും വരുന്നുണ്ട്, ആക്ഷൻ എടുക്കാനുള്ള ഒരു മനസ്സ് ഇവർക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ഇവരുടെ കയ്യിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ടല്ല നമുക്കിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ബുദ്ധിപൂർവ്വം ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു പ്രണയം ഈ ഒരു സമയത്ത് ഇവർക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ ഒരു സെലിബ്രേഷൻ വേണം. ആ ഒരു സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരിക, വീണ്ടും ഒരു റീകൺസിലേഷൻ ആണ് സെലിബ്രേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. 7 of wands വന്നിരിക്കുന്നുണ്ട്. ഇവർക്ക് തടസ്സങ്ങൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവര് ആ ഒരു തടസ്സങ്ങളെല്ലാം മാറാനായിട്ട് ഇപ്പൊ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിപ്പോ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും. മെന്റലി എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ എനർജി ആണ്. അവർ ഒരുപാട് പ്രേ ചെയ്യുന്നു, സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്നിരിക്കുന്നു, അതിനനുസരിച്ചിട്ട് ഓരോ ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പ്രവർത്തിക്കണം എന്നുള്ളത് ചിന്തിക്കുന്നു. അതുപോലെ നിങ്ങളിലേക്ക് വരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇവർ ആരെയൊക്കെയോ ഭയക്കുന്നുണ്ട്. അതായത് ഇവർക്ക് പല സിറ്റുവേഷൻസ്, ഒഴിച്ചുകൂടാനാവാത്ത പല പല സിറ്റുവേഷൻസ് ലൈഫിലുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഭയം നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ ആ ഒരു ഭയം ഉണ്ടെങ്കിലും ആ ഒരു ഭയത്തിനെയെല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ഒരു മെന്റാലിറ്റിയും വന്നിട്ടുണ്ട്. ഇമോഷൻ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് ഇമോഷൻ കൺട്രോളിംഗ് വരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളെ കംപ്ലീറ്റ്ലി ചതിച്ചിട്ട് മറ്റൊരു എനർജിയിലേക്ക് അട്രാക്ട് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ ഇവിടത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല നമുക്ക് കാണിക്കുന്നത്. ഈ ഒരു പേഴ്സൺ ഒരു ഭയം മറ്റുള്ളവരോട് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള ആ ഒരു പേടി, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ഭയം, ആ ഒരു സിറ്റുവേഷനെ ഭയക്കുന്നത് മൂലം അതുകൊണ്ട് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എങ്കിലും അവർ ഇതിനകത്ത് സ്വയം തന്നെ എഫേർട്ട് എടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഏത് സിറ്റുവേഷനിലും ആയിക്കൊള്ളട്ടെ, അവരുടെ ഓർമ്മകൾ കംപ്ലീറ്റ്ലി ഇപ്പൊ നിങ്ങളിലാണ്, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. സന്തോഷകരമായ ഒരു പരിസമാപ്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്വയമേ തന്നെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റിസ്ക് എടുക്കാനും ഇവർ തയ്യാറാവുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു മെമ്മറീസ്, ഇപ്പോൾ യാത്രകൾ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ നൈറ്റ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംസാരിച്ച് നേരം വെളുക്കുന്നത് വരെയൊക്കെ ചിലവരെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം. ആ ഒരു മെമ്മറീസ് ഒക്കെ ഇവർക്ക് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവർക്ക് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുന്നവരാണ്. തടസ്സങ്ങളുണ്ട്, ഭയമുണ്ട്, സിറ്റുവേഷൻസ് പലതും ഉണ്ട്. എങ്കിലും നിങ്ങളെ ഇനിയും മാറ്റി നിർത്താനായിട്ട് തയ്യാറെടുക്കാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിനോട് ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഈ ഒരു ബന്ധമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പെയിൻഫുൾ ആയ എല്ലാ സിറ്റുവേഷൻസിനെയും കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദുഃഖകരമായ അവസ്ഥകളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങളിലൂടെ എല്ലാം കടന്ന് മുന്നോട്ടേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ വന്ന് അവർ സ്റ്റക്ക് ആണ് എന്നുള്ളത്. എങ്കിലും ആ ഒരു സ്റ്റക്നെസ് ആയ എനർജിയിലൂടെ അവരിപ്പോൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ഒരു പകുതിയോളം ദൂരം സഞ്ചരിച്ച് നിങ്ങളിലേക്ക് എത്താറായി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവര്. ആ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ വീണ്ടും ഒന്ന് പ്രപ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോട് കുറെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം.
നിങ്ങളോട് പറയാതിരുന്നിട്ടുള്ള പല പല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഇവർ ഒരുപാട് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ മെയിൻ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തും ചില കാര്യങ്ങൾ, പൂർണ്ണമല്ല എന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കും. ഇവരുടെ തന്നെ ആയിരിക്കാം മിസ്റ്റേക്ക്. ഇവർ തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. അതുമൂലം തന്നെ ആയിരിക്കും നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക. നിങ്ങളെയും കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ അവരത് പറയാതിരുന്നതിന് ചില റീസൺസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർ ഈ ഒരു സമയത്ത് ഇനി നിങ്ങളിലേക്ക് വരുമ്പോൾ ഹൈഡ് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എല്ലാം തുറന്നു തന്നെ പറയണം എന്നുള്ള രീതിക്കാണ് ചിന്തിക്കുന്നത്. അത് ഈ റിലേഷൻഷിപ്പിന് അവർക്ക് ലഭിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ലൈഫിൽ അവർക്കൊരു നീതി വേണം. ആ ഒരു ജസ്റ്റിസ് അവർക്ക് ലഭിക്കുകയും വേണം. നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കണം എന്ന് അവർക്ക് ആഗ്രഹവുമുണ്ട്. അപ്പൊ നിങ്ങളുടെയും കൂടെ സമ്മതം ഈ ഒരു ബന്ധത്തിൽ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ അവർ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്ത് നിന്നും ഇതിനകത്ത് ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. ആ ഒരു courage തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധം നല്ല രീതിക്ക് വളർച്ച വന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. പൂർണ്ണമായിട്ട് മുരടിച്ചു പോയ ഒരു അവസ്ഥയായിരുന്നു ഇതിനെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇനി അവരുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് കാര്യങ്ങൾ എല്ലാം ഇട്ടതിന് ശേഷം ആ ഒരു പരിപൂർണ്ണ വളർച്ചയിലേക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോവുക. പരിപൂർണ്ണ വളർച്ച എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വെറുതെ ഒരു സംസാരമോ കാര്യങ്ങളോ ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇതൊരു ഫാമിലി ലൈഫിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണ്. ഒരു ലോങ് ടേം ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി അവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവര് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് വരാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. അവരുടെ തടസ്സങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവരുടെ കൂടെ ലൈഫ് ലോങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ജീവിതത്തിൽ അവർക്കൊരു നീതി ലഭിക്കണം. അവർ പോയി നിന്ന സ്ഥലത്തൊന്നും അവർക്ക് അത്ര സന്തോഷമോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. അവരുടെ സന്തോഷവും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള മുന്നോട്ടേക്കുള്ള വളർച്ചയിലാണ്, അല്ലെങ്കിൽ ആ ഒരു ലൈഫിലാണ്. അവർ ഏറ്റവും കൂടുതലായിട്ട് കംഫർട്ടബിൾ ആയിട്ടിരുന്നത് നിങ്ങളിൽ തന്നെയാണ്. നിങ്ങളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തായിരിക്കാം വളരെയധികം കംഫർട്ടബിൾ ആയിട്ടും സന്തോഷകരമായിട്ടും ഒക്കെ ഇരുന്നത്. പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും. അപ്പൊ ഇത് തന്നെയാണ് ഈ ഒരു പേഴ്സണും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ആ ഒരു സ്ഥലത്ത് നിന്നും ഇവർക്ക് അവിടെ ഒരുത്ര സന്തോഷമല്ല, അല്ലെങ്കിൽ വലിയ രീതിക്കൊരു വേദനയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ തീരുമാനിക്കുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു വിജയം കൈവരിക്കുക. എല്ലാം നിങ്ങളോട് തുറന്നു പറയുമ്പോൾ അവർ സ്വയം വിചാരിക്കുന്നത് അവർക്കൊരു നീതി ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ഹൈഡിങ് ഒക്കെ വെച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ കള്ളം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കാം. ഇനി ബ്ലെയിമിങ് അല്ലെങ്കിൽ പോലും സിറ്റുവേഷൻ ബേസ് ചെയ്താണെന്നുണ്ടെങ്കിലും ഇവർ കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നിങ്ങളോട് തുറന്നു പറയുന്ന നിമിഷമാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം ഇവർ കൈവരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു നീതി നടപ്പിലാക്കാൻ പോകുന്നത് ആ ഒരു സമയത്തായിരിക്കും എന്നുള്ള ഒരു ട്രസ്റ്റിലാണ് ഇവർ നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ആണ്. കാരണം കുറ്റബോധം എന്ന് പറയുന്നത് അലട്ടാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇതാണ് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവരുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുറ്റബോധത്തിന്റെ ഭാരമാണ് ഇവർക്ക് എങ്ങനെയെങ്കിലും ഇറക്കി വെക്കണം എന്ന് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു കുറ്റബോധവും ഏറി മുന്നോട്ടേക്ക് പോകുന്ന ഈ ഒരു സമയത്ത് ഇവർക്ക് ഇതിലൊരു മാറ്റം വേണമെന്ന് ഇവർ തന്നെ ചിന്തിക്കുകയാണ്. ആ ഒരു സമാധാനം ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരണം. ഇവർക്ക് സ്വയമേ തന്നെ ഒരു സന്തോഷകരമായ ഒരു കോൺഫിഡൻസ് ആയ ലൈഫിലേക്ക് ഇവർക്ക് എത്തുകയും വേണം. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ലൈഫിന്റെ തിരിച്ചടി എന്ന് പറയുന്നത് എല്ലാ രീതിക്കും അവർക്ക് എല്ലാം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആക്കി മാറ്റും. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു രീതിയിൽ മാറ്റി ചിന്തിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ വ്യക്തിയിൽ വലിയ രീതിക്ക് ഒരു മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം ഒരു മാറ്റങ്ങൾ കൈവരുന്നുണ്ട്. ഈ ഒരു ഓർമ്മകളുമായിട്ട് അവർ മുന്നോട്ടേക്ക് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിലും ഇവർ വളരെ ഹാപ്പി ആയിട്ടല്ല വരുന്നത്. ഇവരുടെ ഒരു ഹാപ്പിനെസ് അല്ല നമുക്കിവിടെ കാണിക്കുന്നത്. അവർ സന്തോഷങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിക്കുകയാണ്. ആ ഒരു കണ്ടുപിടിക്കൽ എന്ന് പറയുന്നത് അവരിൽ എത്തി നിൽക്കുന്നത് നിങ്ങളിൽ തന്നെയാണ്. ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഏകദേശം ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു 3 of wands എന്ന് പറയുന്നത് ഈ ഒരു പുഴയുടെ ഈ ഒരു സൈഡിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുവാണെങ്കിൽ അവരുടെ കയ്യിൽ ആ ഒരു വള്ളമുണ്ട്. അതിന്റെ അപ്പുറത്ത് എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പൊ ആ ഒരു ദിക്കിലേക്കാണ് അവർ നോക്കുന്നത്. അവരിപ്പോ മറ്റൊരു സ്ഥലത്തേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അവരുടെ കംപ്ലീറ്റ്ലി എയിം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനിപ്പോ എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങളും ഉണ്ടായിക്കൊള്ളട്ടെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് സ്വന്തമായിട്ടൊരു സ്ട്രോങ് ഡിസിഷൻ ഇവർ എന്തായാലും ഇപ്പൊ എടുത്തിട്ടുണ്ട്.
അതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങൾക്ക് ഇവർ പ്രാധാന്യം നൽകി പോയവരാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഉള്ള ഒരു ശ്രദ്ധ ഇവർക്ക് കുറച്ചൊരു വിട്ടുവീഴ്ചകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് അവർക്ക് വേണമെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതലായിട്ട് ബന്ധങ്ങൾക്കൊക്കെ കുറച്ചധികം വാല്യൂ കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വികാരങ്ങൾക്ക് എന്നുവെച്ചാൽ വികാരങ്ങൾ എന്ന് പറയുമ്പോൾ സ്നേഹബന്ധങ്ങൾ, ജെനുവിൻ ആയിട്ടുള്ള നിങ്ങളുടെ മനസ്സ് കാണാനും ആ ഒരു സ്നേഹത്തിനൊക്കെ ഒരു വാല്യൂ കൊടുക്കാനും. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ആ ഒരു ദുഃഖവും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒരു മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. ഇതുവരെ ഇവരെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ ഈഗോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എല്ലാം പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ ചാപ്റ്റർ, അതും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിട്ട്. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തടസ്സങ്ങളുള്ള ബന്ധങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സൽ ട്രസ്റ്റ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇനി ആരൊക്കെ തടസ്സങ്ങൾ നിന്നാലും എന്തൊക്കെ സിറ്റുവേഷൻസ് തടസ്സങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നീതിപൂർവമായിട്ട് തന്നെ പ്രവർത്തിച്ച് ഇതിനെ മുന്നോട്ടേക്ക് എല്ലാ രീതിക്കും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക തന്നെ വേണം. കാരണം അവർക്ക് നിങ്ങളുടെ ഒരു ആബ്സെൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കരമായിട്ട് ഒരു ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. ഫോർ ഓഫ് കപ്സിന്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ എപ്പോഴും നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ തന്നെ തങ്ങി നിൽക്കുന്നവരാണ്. ആരൊക്കെ അവരിലേക്ക് സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥ സ്നേഹമല്ല എന്നുള്ളത് ആഴത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കുമാണ് ഈ ഒരു പേഴ്സണ് മനസ്സിലായിരിക്കുന്നത്. പുറമോടി കണ്ടിട്ട് പുറകെ പോയ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെന്ന് കഴിഞ്ഞ് അവിടെ നിന്നും അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതൊന്നും യഥാർത്ഥമായ സ്നേഹമല്ല. പുറമേ കണ്ടതല്ല ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളുടെ കേസിൽ അങ്ങനെയല്ല. നിങ്ങൾ ചിലപ്പോൾ പുറമേ ഒന്നും ഭയങ്കരമായിട്ട് ഇവരെ എന്താ പറയാ ഒരു ചോക്ലേറ്റ് രീതിയിലൊന്നും പ്രണയിക്കുന്നവരായിരുന്നിരിക്കില്ല. എന്നാൽ നിങ്ങൾ പ്രണയിക്കുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷെ അതൊന്നും ഇവർ മനസ്സിലാക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ കയ്യിൽ ഉണ്ടായിരുന്നതിന്റെ വില മനസ്സിലാക്കാതെ മാറിപ്പോയവരാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്നത് പോലെ. നിങ്ങൾ മാറി നിന്ന സമയത്താണ് ഇവർ നിങ്ങളുടെ വാല്യൂവും വിലയും എല്ലാം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങൾ നന്നായിട്ട് റിയലൈസ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് ഇവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു പരിസമാപ്തി ഇതിനകത്ത് വേണം. കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോ ഇവർ പല രീതിയിലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ വേദനകളിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അത്രയും സന്തോഷം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആനന്ദം കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സന്തോഷിച്ചിരുന്നിട്ടുണ്ട്. അത് റിയലൈസ് ചെയ്ത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കി പെട്ടെന്നൊരു അട്രാക്ഷന്റെ ഭാഗമായിട്ടൊന്നും അല്ല ഈ ഒരു പേഴ്സൺ വരുന്നത്. വളരെ ചിന്തിച്ച് ഉറപ്പിച്ച് അല്ലെങ്കിൽ അത്രയും പല പ്രാവശ്യം ആഴത്തിൽ ചിന്തിച്ചതിന് ശേഷം എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അപ്പൊ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അല്ലാതെ മനസ്സിലാക്കാതെ വന്നിരിക്കുന്നവരല്ല. അതുകൊണ്ടാണ് അവർ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ലോങ് ടേം ആയിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോവില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ ചീറ്റ് ചെയ്യില്ല എന്നുള്ള അവരുടെ പൂർണ്ണമായ വിശ്വാസം, ആ ഒരു ട്രസ്റ്റ്. ഓക്കെ, അപ്പൊ ട്രസ്റ്റ് എന്ന് പറയുന്നതിന് റിലേഷൻഷിപ്പിൽ ഇത്രയും വാല്യൂ ഉണ്ടെന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നിട്ടിറങ്ങി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താന്നുള്ളത് നോക്കിയപ്പോൾ അതിൽ നിന്നും മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഒരുപാട് ആക്ഷൻസ് എടുക്കാനുള്ള സാധ്യതകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയും നിങ്ങളുടെ പേഴ്സന്റെ എനർജിയും എല്ലാമായിട്ട് നിങ്ങൾ ഇതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ ലൈവ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു റീഡിംഗ് ആണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഈ റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്ലൂസിന്റെ ഒരു ആവശ്യമില്ല. എന്നാലും ചിലവർ പറയാറുണ്ട് എപ്പോഴും ക്ലൂസ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും റിലേഷൻഷിപ്പിൽ വിടുന്ന ആ ഒരു വ്യക്തിയുമായിട്ടൊക്കെ ക്ലൂസിനും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത്. 19 എന്നൊരു നമ്പർ, കാസർഗോഡ്, എറണാകുളം. 3 എന്നൊരു നമ്പർ, അതർ കൺട്രീസ് വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പുറത്തുള്ള വ്യക്തികളായിരിക്കാം, എബ്രോഡ് ആയിരിക്കാം. G എന്നൊരു ലെറ്റർ, 1988, ഡിസംബർ എന്നൊരു മന്ത്, B എന്നൊരു ലെറ്റർ, A എന്നൊരു ലെറ്റർ,
30 ഡേയ്സ് കാണിച്ചിട്ടുണ്ട്, 30 ദിവസം. അപ്പൊ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ഏതാനും 30 ദിവസങ്ങൾക്കുള്ളിൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടത് മുതൽ 30 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ജെമിനി, ചോതി എന്നൊരു സ്റ്റാർ, മകം എന്നൊരു നക്ഷത്രം വന്നിട്ടുണ്ട്, ഏരീസ് വന്നിട്ടുണ്ട്, സോഡിയാക് സൈൻ ആണ്. 24/1986 വന്നിട്ടുണ്ട്. കൊല്ലം ഡിസ്ട്രിക്റ്റ്, എച്ച് എന്നൊരു ലെറ്റർ, 38 ജൂൺ എന്നൊരു മന്ത്, 1990 കാപ്രിക്കോൺ, 4 എന്നൊരു നമ്പർ, ഒക്ടോബർ മന്ത്, 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം, കാലിക്കറ്റ്, ചിത്തിര, സെപ്റ്റംബർ മന്ത്, എൻ എന്നൊരു ലെറ്റർ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൂടാതെ നമുക്കിവിടെ 5, 6, 3 വന്നിട്ടുണ്ട്, 9, 4, 6 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, 4 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, 3 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ക്ലോസ്. അപ്പൊ ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. അതോടൊപ്പം നിങ്ങൾക്ക് ഈ എനർജീനെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ്.